ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് കരിമ്പിൻ ജ്യൂസ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ സാധാരണ മിക്സിയിൽ എങ്ങനെ അടിച്ചെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കരിമ്പ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ സാധാരണ വീക്കെൻഡിലൊക്കെ പോകുന്ന ഒരു ഫാമിൽ നിന്നാണ്. അവിടെ ഇഷ്ടം പോലെ കരിമ്പുണ്ട്. ഏത് സമയത്ത് പോയാലും നമുക്ക് കരിമ്പ് കിട്ടാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീക്ക് പോയപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം നമുക്ക് കരിമ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മൾ മിക്സിയിലാണ് അടിക്കാൻ പോകുന്നത്. കുറച്ച് വലിയ പീസൊക്കെ ആക്കി ഇട്ടാൽ ചിലപ്പോൾ മിക്സി കേടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ പീസാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ചെറിയ ജാറിൽ ഇത്ര പകുതിയുടെ അടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വളരെ ചെറിയ പീസാണ്. വലിയ പീസ് ഇട്ട് കൊടുത്താൽ പിന്നെ ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണിന്റെ അടുത്ത് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തണുപ്പുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ തണുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാത്തത്. അപ്പം എൻ്റെ ഈ ഒരു മിക്സിയിൽ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. എത്ര വെള്ളം കുറച്ച് അടിച്ചെടുക്കാൻ പറ്റുമോ അത്രയും വെള്ളം കുറച്ച് ചേർത്താൽ മതി. കാരണം വെള്ളം കുറയുന്തോറും ഇതിന്റെ ടേസ്റ്റ് കൂടും. ആ കരിമ്പിന്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോഴേക്കും ഈ ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. അരിപ്പയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എളുപ്പത്തിൽ അതിന്റെ ആ നീരൊക്കെ നമ്മുടെ പാത്രത്തിലേക്ക് വീണോളും. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള, ഞാനിവിടെ തേന ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പൊ മധുരം നോക്കിയിട്ട് ചെയ്താൽ മതി. ആദ്യമേ ഇട്ടാൽ നമുക്ക് ആ ഒരു കരിമ്പിന്റെ മധുരം മനസ്സിലാവില്ല. അപ്പൊ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം മാത്രം മധുരം ചേർക്കുക. കാരണം ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അധികമാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേന ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് തണുപ്പോടുകൂടി തന്നെ സെർവ് ചെയ്യാം. പറഞ്ഞ പോലെ തന്നെ എത്ര വെള്ളം കുറച്ച് ചേർത്ത് അടിക്കാൻ പറ്റുമോ അത്രയും വെള്ളം കുറച്ച് അടിച്ചെടുത്താൽ മതി. കാരണം ഇതിൽ വെള്ളം ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ആ പുറത്തുനിന്ന് വാങ്ങി കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ലെങ്കിലും ഏകദേശം അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി വരാം. താങ്ക്